ഞാൻ പച്ച വണ്ടി. വണ്ടിയാ കണ്ടി വണ്ടി എന്ന് പറയാ. ഇതാരാണ്? എന്താണ്? ഹലോ, ആ മറ്റേ ഗാർബേജ് എന്നൊക്കെ പറഞ്ഞു ബ്രോ. അവൻ ഗാർബേജ് എന്നൊക്കെ പറഞ്ഞു. ഗാർബേജാ ബ്രോ? ഗാർബേജ് എന്നല്ലേ പറഞ്ഞു? അവൻ കാർനേജ് എന്നല്ലല്ലോ പറഞ്ഞു. കാർനേജ് എന്നല്ല ബ്രോ, കാർനേജ് എന്നല്ല പറഞ്ഞു. അതുകൊണ്ടാണ് അവന്റെ വണ്ടി വിറ്റിയത്. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വള്ളി പിടിച്ചിട്ട് ന്യായീകരിക്കില്ലേ? മനസ്സിലായില്ലേ? ഈ വള്ളി പിടിച്ചിട്ട് ഇന്നലെ തൊട്ട് ബ്രോ ഈ ഷണ്ടം വന്നിട്ട് അവനും അത് തന്നെ പറഞ്ഞത്. കാർബേജ് എന്നല്ലേ പറഞ്ഞ, കാർനേജ് എന്നല്ലല്ലോ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ ഞാൻ എന്തേലും ചെയ്ത എടാ, അത് ഏതോ വേറെ ഏതോ പാവം പയ്യനെന്ന് തോന്നുന്നുണ്ട്. ബ്രോ നമ്മടുത്ത് വന്ന് ചൊറിഞ്ഞതിന് ബ്രോ നമ്മളടുത്ത് വന്ന് ചൊറിഞ്ഞിട്ടാണ്, മനസ്സിലായോ? പറഞ്ഞെങ്കിൽ സോറി പറ. അപ്പൊ നമ്മള് പിറ്റ് ചെയ്തതിന് നമ്മളും സോറി പറയാം. നമുക്ക് കുഴപ്പമില്ല സോറി പറയണേല്. എവിടെ ആളെവിടെ? പറഞ്ഞ ആളെവിടെ? എടാ വെയിറ്റ്, വണ്ടി ഒന്ന് സൈഡാക്കി. വണ്ടി സൈഡാക്കി. അവിടെ സൈഡാക്കി. ബ്രോ ആളെ വിളിക്കും. പറ. സോറി പറ. വിദ്യാഭ്യാസ കുറവല്ലേ ബ്രോ? നിങ്ങളപ്പോ പറഞ്ഞു തരണ്ടേ ബ്രോ? ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഈ വിദ്യാഭ്യാസ കുറവ് ബ്രോ ഇന്നലെ തൊട്ട് ബ്രോ ഇങ്ങനെ കിടന്ന് നമ്മളെ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ. ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതായത് ഫ്രീ വണ്ടിയിൽ നടക്കുമായിരുന്നു. ഓക്കെ, ഫ്രീ വണ്ടി നടക്കുമ്പോൾ നമ്മളെ പിറ്റ് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചപ്പോ ബ്രോ എന്താ പറഞ്ഞത്? പറ്റുവാണെങ്കിൽ ചെയ്തിട്ട് പോയെന്ന്. നിങ്ങൾ വള്ളി പിടിച്ചോ ബ്രോ? നമുക്ക് നിങ്ങളായിട്ട് വള്ളി പിടിക്കാൻ താല്പര്യമില്ല, ബ്രോ ആയിട്ട് താല്പര്യമില്ല. അപ്പൊ ബ്രോ ആ രീതിയിൽ എടുക്കണം, മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാരും ആയിട്ട് ബ്രോ ഇങ്ങനെ വള്ളി പിടിച്ചാൽ അത് ശരിയാവില്ല, മനസ്സിലായില്ലേ? ബ്രോന് ഇത് ഇവിടെ വെച്ച് സോറി പറഞ്ഞിട്ട് ബ്രോ തീർക്കണമെന്നുണ്ടെങ്കിൽ ബ്രോ തീർത്തിട്ട് പോകും. ഇല്ലെങ്കിൽ ബ്രോ അത് കുഴപ്പമില്ല. നമുക്ക് അതെന്താ വെച്ചാൽ നമുക്ക് ബാക്കി നോക്കാം. അല്ല ബ്രോ, ഇത് നമ്മള് ചുമ്മാ ഈ അടിപിടി ഷോകാണ്, മനസ്സിലായില്ലേ? ബ്രോ അടിപിടി ശോകമാണ്, അത് നമ്മളത് തന്നെയല്ലേ പറയണത്. അപ്പൊ ഈ പറഞ്ഞ പുള്ളിക്കാരന് സോറി പറയാൻ താല്പര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണത്. പേര് മാറ്റി പറഞ്ഞതിൽ ഷെബ അർഹിക്കുന്നു. എന്തായാലും കേട്ടില്ല. പേര് മാറ്റൽ പറഞ്ഞതിന് ഷെബ. ബ്രോ ഒരു കുറച്ച് മാന്യത ഇത് ബ്രോ ഷെബ ഒറ്റ എടാ വാസനയ്ക്ക് പോവാൻ പോയി. ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല. സെറ്റ് ചെയ്യാം. നീ ഒരു പണി ചെയ്യോ പ്ലീസ്? ചക്കരയില്ല, ഞാൻ പറയണ ഒരു കാര്യം ചെയ്ത ചക്കരയില്ല. നീ ആരാ? നമ്മുടെ വാല ഇതാരാണ്? ഒന്ന് ബ്രോ ഒന്ന് മാറി പോകും കുറച്ചു നേരം. ബ്രോ ഒന്ന് സംസാരിക്കും പേഴ്സണൽ. ആ ഇറ്റായിട്ട് നീ അവനോട് സോറി പോണേ കൂടെ. നീ അവനോട് പറ സോറി പറയാൻ. അവന് സംസാരിക്കുക. നീ അവന്റെ ഇടിച്ച് ഹെൽമെറ്റ് കളയുക. ഞാൻ അടിച്ചു വന്നോളാ. മാറിപ്പോയി. അല്ലെ ഞാൻ ഇടിച്ചിട്ട് വെച്ച് കളയണം. നീ അടിക്കുമല്ലോ. ഓക്കെ, എന്നെ അടിക്കാം. സമയത്ത് എന്നെ അടിക്കണം കേട്ടല്ലേ? മനസ്സിലായി. ബാക്കിലേക്ക് വരും. ഞാൻ പയ്യെ മറ്റേ ഒളിഞ്ഞ് കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടെ. കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിന്റെ ഹെൽമെറ്റ് വാങ്ങാം. ഇതെങ്ങനെ ഇരുന്ന് ഇടിക്കണ? എടാ ഒരു അത്യാവശ്യം കുറച്ച് റേഞ്ച് ചെയ്യുന്ന അടിച്ചാ പ്രശ്നം വരുമോ? ഇല്ല, പ്രശ്നമാണ്. വൺ ടാപ്പാണോ? ഇങ്ങോട്ടാ നീ അടിച്ചത്, ഞാൻ അടിച്ചോളാം. വണ്ടി എടുത്ത് പോണ്ടേ? കണ്ണ് റീലോടാണല്ലോ. ബ്രോ കേട്ടില്ല.
ഒന്നുമില്ല സ്നൈപ്പ് ഒന്നുകൂടെ അമ്പത്തൂരെ ഒന്നുകൂടെ ബ്രോ ആരാ? എടാ ഞാൻ അവന്മാരെ കൂട്ടത്തിലുള്ളതാ അതോ ബ്രോ അവൻ ഇപ്പൊ ഇടിച്ചോണ്ടാട്ടാ അവനെ കൊന്നത്. എന്താ ബ്രോ ചുമ്മാ അടിക്കല്ലോ ചുമ്മാ. അവ ഇടിച്ചിട്ടാ കൊന്നത്. എടാ 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 ഇത് അവ ഇടിച്ചിട്ടാ കൊന്നത്. ഞാൻ അവനെ കൊന്ന അവൻ ഇടിച്ചിട്ടാണ്. എടാ ഇപ്പൊ ഇവിടെ നിന്നവനെ കൊന്നെന്തിനാ? അവന്മാരെ നിങ്ങളല്ലേ വള്ളി എടുക്കാൻ ചീത്ത വള്ളി വന്ന് പിടിച്ചതും പോരാ. എന്നിട്ട് നീ ബ്രോ നമ്മളാണോ ബ്രോ വള്ളി പിടിച്ചത്? ബ്രോ അത് പറ. എടാ ഫൈൻഡ് അത് പോട്ടെ ബ്രോ, മറ്റവനെ അടിച്ചത് പോട്ടെ ബ്രോ, മറ്റവനെ അടിച്ചപ്പോ ഇവൻ എന്തിനാണ് ഇപ്പൊ കൊന്ന ഈ നിക്കണവനെ? എന്നെ അടിച്ചത് അവനെന്തിനാ കൊന്ന സ്നൈപ്പേ? വൈരി സ്നൈപ്പ് അവനെ കൊല്ലണ്ടായിരുന്നു. കുഴപ്പമില്ല. അവനെയും കൊന്ന എടാ അത് ചത്തതാടാ. ഇനി വേണ്ട അവനെ അടിക്കണ്ട. അവൻ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ട്രിഗർ ആക്കില്ല, ഗണ്ണ് അവന്റെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ വാണിംഗ് ഫയർ കൊടുത്തിട്ട് വേണം ഫയർ സിറ്റുവേഷൻ. അവൻ ഇടിച്ചായിരുന്നു. ഇടിച്ചിട്ടാ ഞാൻ ഗണ്ണ് വെച്ച് അടിച്ചത്. ഓ എടാ അല്ല ഒറ്റ ബ്രോ സംസാരിച്ച് തീർക്കാൻ ബ്രോ ഇവിടെ വന്നത്. അപ്പൊ അവന് മറ്റേ ഒരുമാതിരി കൊണയായിരുന്നു ആ വെള്ളം മുടി മോണ്ടറില്. എടാ നീയൊക്കെ അവന്റെ കൂടെ ഉള്ളവനല്ലേ? സ്നൈപ്പാ നിനക്ക് എങ്ങനെ അറിയാം? എങ്ങനെ എവിടെ എഴുതി കാണിച്ച്? എവിടെ കാണിച്ച്? അങ്ങനെ നോക്കാൻ പറ്റുകയാണെങ്കിൽ എന്നാ പിന്നെ സൂപ്പർ. എടാ വാ പോവാ. വിട് പോവാ. എടാ സ്നൈപ്പർ വണ്ടി കയറി വാ പോവാ. സ്പീഡൊക്കെ എവിടെ നിന്നാണ്? എടാ വാടാ പോവാടാ. എന്താ അവൻ പറഞ്ഞേ? അവൻ എന്താ പറഞ്ഞേ? ജിയോ അവന്റെ പേര്. ജിയോ ആരാ? അറിയത്തില്ലേ? വണ്ടി സ്റ്റാർട്ടാവുള്ള. ചേച്ചി ആ പിസ്റ്റൽ എനിക്ക് അവനൊന്നും പിസ്റ്റൽ വണ്ടിയിലിട്ടെ ഒന്ന് വെയിറ്റ്. വണ്ടിയിലിടണം. ഇതെങ്ങനെ വണ്ടിയിലിടണം? വെറുതെ വലിച്ചിട്ടത്. എനിക്ക് ഫുഡും ഇല്ല ഹെൽത്തും ഇല്ല കേട്ടാ. എനിക്കൊരു പെടിക്കിനാ മലേന്റെ മണ്ടേ പോടാ. ഞാൻ പിസ്റ്റൽ അടിച്ചല്ല. എന്തിനാണ് അവൻ അടിക്കണേ? ഇനി കഴിഞ്ഞില്ല സ്നൈപ്പേ. ഇങ്ങനെ കിടന്ന് അടിച്ചോണ്ടിരിക്കില്ലേ? പുറത്തൊക്കെ ചെല്ലാൻ വിളിക്കും. ഇറ്റാച്ചി ബ്രോ ഹലോ. സ്പീഡാ. എന്തിനാ ബ്രോ ഈ ഇവിടെ തന്നെ നിന്ന് കറങ്ങുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അയ്യോ സോറി ബ്രോ. സോറി. ചുമ്മാ ചെന്ന് രണ്ട് ഇടിയും ഇടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ 51 കണ്ണാമ്പി അടിയായില്ല. അതെന്താണ് സംഭവം? എനിക്ക് ഗിയോന്ന് കേൾക്കുമ്പോഴേ ദേഷ്യം പരിപാടി. ഇവന് പണ്ട് തന്തക്കുളിയായിരുന്നടാ തള്ളക്കുളി. എടാ നീ ഒന്ന് അടങ്ങ് സ്നൈപ്പേ.
നിന്റെ ദേഷ്യം തീർക്കാനാണെങ്കിൽ ഇവിടെ നടക്കൂല സ്നേഹിപ്പ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വർഗരാജ്യം അല്ലേ ഇത്? നിനക്ക് മറ്റേ ബാങ്ക് കിട്ടിക്കോ. ഇവിടെ ബാങ്ക് കിട്ടുന്നതിന്റെ എണ്ണം കൂടുതലാണ് ചുമ്മാ വെടിവെച്ച് കഴിഞ്ഞാല്. അത് ശരിയാണ്. ആ എടാ അവനോട് വീണ്ടും സംസാരിക്കുമ്പോ ഇപ്പൊ അവന്റെ സംസാരം കേട്ടാ. എടാ ഒന്നാമത്തെ കേസ് അവൻ ചത്ത് കഴിഞ്ഞതല്ലേ, നമ്മളപ്പോ പിന്നെ അത് പിന്നെ നോക്കണ്ടല്ലോ. എടാ അവന് ഓർമ്മയില്ലെങ്കിൽ പിന്നെ അവനെ അടിച്ചിടല്ലേ ചെയ്യണ്ട അവിടെ. എടാ പോയില്ലെങ്കിൽ നമുക്ക്, എടാ പോയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടിച്ചിടുക ചെയ്യണ്ടേ? ആ പോയില്ലേ, കഴിഞ്ഞില്ലേ? എടാ ഞാൻ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ കുണ്ണേ. ബ്രോ 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 വേണ്ട വേണ്ട സ്നൈപ്പേ നീ റേഡിയോയിൽ എന്തോന്നാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു. നിനക്ക് സ്റ്റാർട്ടർ പാക്കിൽ ഒന്നും കിട്ടിയില്ലേ? ഇല്ല, അതൊക്കെ റീസ്പോൺ അടിച്ചു. സാക്കിന്റെ സൗണ്ട് അല്ലേ കേട്ട്? അല്ല അല്ല അല്ല, അത് മോണ്ടറല്ലേ. എടാ സ്നൈപ്പേ കുറച്ച് പൈസ തരൂ, എനിക്കൊരു പിസ്റ്റള വാങ്ങണം.